പോർച്ചുഗൽ ഫുട്ബോൾ താരം ഡിയാഗോ ജോട്ട അന്തരിച്ചു. സ്പെയിനിൽ നടന്ന കാർ അപകടത്തിലാണ് മരണം. അപകടത്തിൽ ജോട്ടയുടെ സഹോദരൻ ആന്ദ്രേ സിൽവയും മരിച്ചു. മനീഷ് ഐഷ മാത്യു ചേർന്നു വിവരങ്ങളുമായി. മനീഷ്, ഒരു ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ ഒരു താരം ആണ് നഷ്ടമായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, മറ്റു വിവരങ്ങൾ? ലക്ഷ്മി, സ്പെയിനിൽ വെച്ച് നടന്ന ഒരു വാഹനാപകടത്തിലാണ് നിലവിലിപ്പോൾ ജോട്ടയും അതുപോലെ തന്നെ ജോട്ടയുടെ സഹോദരനായിട്ടുള്ള ആന്ദ്രേയും സിൽവയും മരണപ്പെട്ടിരിക്കുന്നത്. ഈ സ്പെയിനിൽ നടന്ന ഒരു അപകടത്തെപ്പറ്റി ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെയാണ്. കാറ് ഈ പ്രധാന പാതയിൽ നിന്ന് റോഡിൽ നിന്ന് ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന, നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പൊ തന്നെ ഈ കാറിന് തീ പിടിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ എന്ന് മനസ്സിലാക്കുന്നത്. ജോട്ടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പോർച്ചുഗലിന്റെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു യുവതാരമാണ് അദ്ദേഹം. ഈ ഏറ്റവും അവസാനം നടന്ന നേഷൻസ് ലീഗ്, യുഎഫ നേഷൻസ് ലീഗിൽ കിരീടം ചൂടിയ ടീമിന്റെ അംഗമായിരുന്നു. അങ്ങനെ 2 കിരീടങ്ങൾ പോർച്ചുഗലിന് വേണ്ടി യുഎഫ നേഷൻസ് ലീഗ് 2 തവണ ജേതാവായിട്ടുള്ള ആളാണ് ജോട്ട. അതുപോലെ തന്നെ ഈ വർഷം അവസാനിച്ച കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ കിരീടം നേടിയ ലിവർപൂളിന്റെ മുന്നേറ്റ താരം കൂടിയാണ് ജോട്ട. ലിവർപൂളിന് വേണ്ടി ഈ വർഷം നടന്ന പ്രീമിയർ ലീഗ് കിരീടവും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. കഴിഞ്ഞ സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ ജോട്ടയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു സീസൺ തന്നെ എന്ന് പറയാം. കാരണം ഏറെ നാളുകൾക്ക് ശേഷമാണ് അവർ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് പ്രീമിയർ ലീഗ് കിരീടം തിരികെ പിടിക്കുന്നത്. ആ കിരീട ടീമിൽ ഭാഗമായിരുന്നു ജോട്ട. അതോടൊപ്പം തന്നെ പോർച്ചുഗൽ വീണ്ടും അവരുടെ വരവറിയിച്ച യുഎഫ നേഷൻസ് ലീഗിന്റെ കിരീടം ചൂടിയപ്പോഴും ജോട്ട ടീമിന്റെ അംഗമായിരുന്നു. അതിനു മുമ്പ് മറ്റൊരു കാര്യം, ജോട്ട കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് വിവാഹിതനായത്. അദ്ദേഹത്തിന്റെ പങ്കാളിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയും തുടർന്ന് വിവാഹം കഴിയുകയും ചെയ്തത് കേവലം 10 ദിവസങ്ങൾക്ക് മാത്രം പുറകിലാണ്. പുതിയ സീസണിന് വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പായിട്ടാണ് നിലവിൽ ഇപ്പോഴൊരു ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ജോട്ടയുടെ സഹോദരൻ സിൽവയും ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരമാണ്. അദ്ദേഹം പോർച്ചുഗലിലെ ഒരു ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഇരുവരും തൽക്ഷണം മരിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ അപകടം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല. ഏത് തരത്തിലാണ് അപകടം ഉണ്ടായതെന്നോ ഇത്തരത്തിൽ തീപിടിക്കാനുണ്ടായ കാരണം എന്താണെന്ന് അടക്കമുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും പോർച്ചുഗൽ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ്. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ്. ഒരു പ്രോമിസിംഗ് ആയിട്ടുണ്ടായിരുന്ന കേവലം 28 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു മുന്നേറ്റ താരം, മികച്ച കളി പുറത്തെടുക്കുന്ന, എല്ലാവരോടും കളിക്കളത്തിലടക്കം സൗമ്യമായി പെരുമാറുന്ന ജോട്ടയുടെ ജീവനാണ് ചൊവ്വാഴ്ച രാത്രി നടന്ന ഒരു അപകടത്തിൽ നഷ്ടമായിരിക്കുന്നത്. ലക്ഷ്മി, ഫുട്ബോൾ ലോകത്തിന് കനത്ത നഷ്ടം. ഡിയാഗോ ജോട്ടയാണ് വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത്യന്തം ദാരുണമായ ഒരു അപകട വാർത്ത തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മനീഷ് ഐഷ മാത്യു ആണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.